ബംഗ്ലാദേശ് സൈനിക കലാപത്തിലേക്ക് സൈന്യത്തിലെ പാക് വിരുദ്ധർക്കെതിരെ യൂനിസ് സർക്കാർ പ്രതികാര നടപടി ആരംഭിച്ചതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. ബംഗ്ലാദേശ് സൈന്യം നിലവിൽ പാക് ചാര സംഘടനയായ ISIയുടെ നിയന്ത്രണത്തിലാണെന്ന ആശങ്ക ഭാരതം മുന്നോട്ട് വച്ചിരുന്നു. ബംഗ്ലാദേശിൽ അരങ്ങേറിയ ഹിന്ദുവിരുദ്ധ കലാപത്തിന്റെ അന്വേഷണം സൈന്യവും പോലീസും അട്ടിമറിച്ചിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബംഗ്ലാദേശ് സൈന്യത്തിൽ പാക് ചാര സംഘടനയായ ISI പിടിമുറുക്കുന്നുണ്ടെന്നും ഇത് കൂടുതൽ പ്രശ്നങ്ങൾക്ക്, കൂടുതൽ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്ന ആശങ്ക നേരത്തെ തന്നെ അയൽ രാജ്യത്തിന്, അല്ലെങ്കിൽ അത്തരത്തിലൊരു മുന്നറിയിപ്പ് അയൽ രാജ്യത്തിന് ഭാരതം നൽകിയതാണ്. ആ മുന്നറിയിപ്പ് ശരിവെക്കുന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത്. ബംഗ്ലാദേശ് ഒരു സൈനിക കലാപത്തിലേക്ക് കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തിലേക്ക് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന ഹിന്ദു വിരുദ്ധ കലാപത്തിന് പിറകെ നിലവിലൊരു അനിശ്ചിതത്വത്തിലേക്കും സൈനിക കലാപത്തിലേക്കും ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കും വീണ്ടും ബംഗ്ലാദേശ് കടക്കുന്നു എന്ന റിപ്പോർട്ടുകളും സൂചനകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനിസ് സർക്കാരിനെതിരെ നിലവിൽ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി തന്നെയാണ്. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ബംഗ്ലാദേശിൽ വികസനവും സമാധാനവും ഉറപ്പാക്കുന്നതിന് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് ഒരു പുതിയ സർക്കാർ രൂപീകരിക്കണമെന്ന പ്രഖ്യാപനമാണ് സൈനിക മേധാവി നടത്തിയിട്ടുള്ളത്. അത് പൂർണ്ണമായും നിലവിലെ ഇടക്കാല സർക്കാരിനെതിരെയുള്ള കലാപക്കൊടി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഒപ്പം ഇത്തരമൊരു വലിയ പ്രശ്നത്തിലേക്ക് സൈന്യവും ഇടക്കാല സർക്കാരും തമ്മിലും, ഒപ്പം സൈന്യത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ ഇരുചേരികളിലായി നിൽക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് വഴിവെച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാക് ചാരസംഘടനയായിട്ടുള്ള ISI ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിലും ഒപ്പം സൈന്യത്തിലും പിടിമുറുക്കുകയായിരുന്നു. പാകിസ്ഥാൻ ചാരസംഘടനയ്ക്കെതിരെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ മുഹമ്മദ് യൂനിസ് സർക്കാർ കൂട്ട നടപടി സ്വീകരിച്ചതാണ് ഇത്തരത്തിൽ സൈന്യത്തിനുള്ളിൽ ചേരിതിരിവുണ്ടാകുന്നതിനും ഒപ്പം സൈനിക മേധാവി തന്നെ ഇടക്കാല സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തി യൂനിസ് സർക്കാർ പിന്മാറണം, പുതിയൊരു സർക്കാർ നിലവിൽ വരണമെന്ന ആവശ്യത്തിലേക്ക് സൈന്യം എത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഒരു സൈനിക നീക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. ഒപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പുറത്തു വന്ന ഷെയ്ഖ് ഹസീനയുടെ പ്രതികരണങ്ങൾ, താൻ ശക്തമായി രാഷ്ട്രീയ ശക്തിയായി തിരിച്ചു വരുമെന്ന പ്രതികരണങ്ങൾ, സൂചനകൾ ഷെയ്ഖ് ഹസീന നൽകിയിരുന്നു. അത് ഈ സൈന്യത്തിന്റെ പിന്തുണയോടെയാണോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അത്തരത്തിൽ ഈ ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഷെയ്ഖ് ഹസീന പൂർണ്ണമായി ഔദ്യോഗികപരമായി രാജിവെച്ച് ഒഴിഞ്ഞതല്ല. അതുകൊണ്ട് സൈന്യത്തിന്റെ പിന്തുണയുണ്ടെങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് തിരിച്ചു വരാനാകും എന്നുള്ളത് അവാമി ലീഗുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടൊരു പുതിയ രാഷ്ട്രീയ നീക്കത്തിലേക്കോ സൈനിക കലാപത്തിലേക്കോ സൈനിക നീക്കത്തിലേക്കോ ബംഗ്ലാദേശ് കടക്കുന്നു. അതും രക്തകലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും ബംഗ്ലാദേശ് പോകും എന്നുള്ള റിപ്പോർട്ടുകളും സൂചനകളുമാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധമായിരുന്നു പിന്നീട് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന, പ്രത്യേകിച്ച് ഹിന്ദുവും പാഴ്സിയും ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ജനങ്ങൾ നിഷ്കരുണം കൊല്ലപ്പെടുന്ന, ആരാധനാലയങ്ങൾ അടിച്ചു തകർക്കുന്ന വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് ബംഗ്ലാദേശ് കടന്നത്. ആ കലാപത്തിന്റെ തുടക്കത്തിൽ തന്നെ പിടിച്ചു നിൽക്കാനാകാതെ ഷെയ്ഖ് ഹസീന ഭാരതത്തിൽ അഭയം പ്രാപിച്ചിരുന്നു, ഭാരതത്തിലേക്ക് പലായനം ചെയ്തിരുന്നു. അതിന് പിറകെ വലിയ കലാപം നടന്നെങ്കിലും ആ കലാപത്തെ പോലും വെള്ളപൂശുന്ന സമീപനമായിരുന്നു സൈന്യവും പോലീസും ബംഗ്ലാദേശിൽ നടത്തിയത്. പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള ബാഹ്യശക്തികളുടെ ഇടപെടൽ കാരണം ഇത്തരത്തിൽ ഹിന്ദു വിരുദ്ധ കലാപം, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധ കലാപം ബംഗ്ലാദേശിൽ നടന്നിട്ടില്ല എന്നും ജൂലൈ മുതൽ നവംബർ വരെ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ 98% വെറും രാഷ്ട്രീയ പ്രേരിതമാണ്, അതിൽ മതപരമായ വിഷയങ്ങളില്ല എന്നുമുള്ള റിപ്പോർട്ട് സൈന്യവും പോലീസുമെല്ലാം നൽകിയിരുന്നു. അതിനുശേഷവും ബംഗ്ലാദേശിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ മുഹമ്മദ് യൂനിസ് സർക്കാരിന് സാധിക്കാതിരിക്കുകയും പാക് വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ കൂട്ട നടപടി സ്വീകരിച്ചതുമാണ് സൈനിക മേധാവിയെയും ഒപ്പം സൈന്യത്തിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെയും ചൊടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സൈനിക നീക്കത്തിലേക്ക്, പുതിയ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് ബംഗ്ലാദേശ് കടക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ദൃശ്യ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബംഗ്ലാദേശ് സൈന്യത്തിലെ പാക് വിരുദ്ധർക്കെതിരെ യൂനിസ് സർക്കാർ പ്രതികാര നടപടി ആരംഭിച്ചതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് സൈന്യം നിലവിൽ പാക് ചാര സംഘടനയായ ISIയുടെ നിയന്ത്രണത്തിലാണെന്ന ആശങ്ക ഭാരതം നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. ബംഗ്ലാദേശിൽ അരങ്ങേറിയ ഹിന്ദുവിരുദ്ധ കലാപത്തിന്റെ അന്വേഷണവും സൈന്യവും പോലീസും അട്ടിമറിച്ചിരുന്നു.